ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നേരെ ജില്ലയിൽ തുടർച്ചയായ മൂന്നാം ദിനവും കരിങ്കൊടി പ്രതിഷേധം. എങ്ങണ്ടിയൂരിലും ഇരിഞ്ഞാലക്കുടയിലും ഗവർണറെ കരിങ്കൊടി കാട്ടിയ SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. SFI പ്രവർത്തകരെ വെല്ലുവിളിച്ച് ഗവർണർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സമുദായ ജാഗ്രതാ സമ്മേളനം വിളിച്ച് തൃശൂർ അതിരൂപത. പൊതു തെരഞ്ഞെടുപ്പിനെ ജാഗ്രതാപൂർവ്വം സമീപിക്കണമെന്ന് സർക്കുലർ. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കോർപ്പറേഷൻ നിർമ്മിച്ചു നൽകിയ പുതിയ പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിന്റെ താക്കോൽ കൈമാറി. പോസ്റ്റ് ഓഫീസ് അധികൃതർ തൃശൂർ കോർപ്പറേഷൻ മേയറുടെ ചേംബറിലെത്തി താക്കോൽ ഏറ്റുവാങ്ങി. ഗുരുവായൂർ ആനക്കോട്ടയിലെ ആനകളെ പാപ്പാന്മാർ മർദ്ദിച്ച സംഭവം. പരിശോധനയ്ക്ക് ഹൈക്കോടതി വിദഗ്ധ സംഘത്തെ നിയോഗിച്ചു. 4 ആഴ്ചയ്ക്ക് ശേഷം ഹൈക്കോടതി വീണ്ടും ഹർജി പരിഗണിക്കും. വിരുപ്പാക്ക സ്പിന്നിംഗ് മില്ലിലെ പ്രതിസന്ധി മറികടക്കാൻ കോട്ടൺ ബാങ്ക് സ്ഥാപിച്ചതായി വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ്. സ്പിന്നിംഗ് മേഖലയെ സംരക്ഷിക്കാൻ തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി. തൃശൂർ നഗരത്തിൽ മാസങ്ങളായി പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായിട്ടും തിരിഞ്ഞു നോക്കാതെ അധികൃതർ. ദിവസവും പാഴാകുന്നത് 100 കണക്കിന് ലിറ്റർ കുടിവെള്ളം. സന്ധ്യമയങ്ങിയാൽ തൃശൂർ ശക്തൻ സ്റ്റാൻഡ് ഇരുട്ടിൽ. രാത്രികാലങ്ങളിൽ വൈദ്യുതി നിലയ്ക്കുന്നത് ബസ് ജീവനക്കാരെയും യാത്രക്കാരെയും ദുരിതത്തിലാക്കുന്നു. ഞാൻ ബൈജു ദേവസി. വാർത്തകൾ വിശദമായി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നേരെ ജില്ലയിൽ തുടർച്ചയായ മൂന്നാം ദിനവും കരിങ്കൊടി പ്രതിഷേധം. എങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സ്കൂളിൽ ചരിത്രകാരൻ വേലായുധൻ പണിക്കശ്ശേരിയുടെ നവതി ആഘോഷം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ഗവർണറെ SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. എങ്ങണ്ടിയൂർ ഏത്തായിയിലാണ് ഗവർണറെ കരിങ്കൊടി കാട്ടിയത്. 2 വനിതകൾ ഉൾപ്പെടെ 14 SFI പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗവർണറുടെ വാഹനത്തിന് തൊട്ടരികിലെത്തിയാണ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. CRPF സുരക്ഷയും പോലീസ് സുരക്ഷയും മറികടന്നായിരുന്നു പ്രതിഷേധം. കരിങ്കൊടി കാണിക്കാനെത്തിയ SFI പ്രവർത്തകരെ BJP പ്രവർത്തകർ തടയാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. ഇരിഞ്ഞാലക്കുടയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തടഞ്ഞ് SFIയുടെ കരിങ്കൊടി പ്രതിഷേധം. ഗാന്ധി സ്മൃതി പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ഗവർണറെ ടൗൺഹാൾ പരിസരത്തടക്കം 5 ഇടങ്ങളിൽ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. ഗവർണറുടെ വാഹനവ്യൂഹത്തിന് നേരെ ചാടിവീണായിരുന്നു പ്രതിഷേധം. 50ഓളം പ്രവർത്തകരാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. ഗവർണർക്കെതിരെ ടൗൺഹാൾ പരിസരത്ത് പതിച്ച പോസ്റ്ററുകൾ പോലീസ് നീക്കം ചെയ്തു. SFI പ്രവർത്തകരുടെ പ്രതിഷേധത്തിൽ പ്രകോപിതനായ ഗവർണർ കാർ നിർത്തിയിട്ടു. സർക്കാരും SFI പ്രവർത്തകരും ഒത്തുകളിക്കുകയാണെന്ന് ഗവർണർ മാധ്യമങ്ങളോട് പറഞ്ഞു. കരിങ്കൊടി കാണിക്കേണ്ട, ആക്രമിക്കണമെന്നാണെങ്കിൽ താൻ കാറിന് പുറത്തേക്ക് വരാം, നേരിട്ട് ആക്രമിക്കാമെന്നും ഗവർണർ പ്രതികരിച്ചു. Sorry? It is shame. It is for you and them to decide, but I am not scared of them. Okay. I am absolutely fine. If they want to talk to me, I am ready. If they want to hit me, I am ready. If they want to attack me, I am ready. They can come. Last 2 days, 60 SFI leaders are arrested. It is a drama. This is exactly what I am saying. That this chief minister is holding a theater. On one hand, he is sending them. On the other hand, he is asking the Kerala police to stop them. മുഖ്യമന്ത്രിക്കെതിരെ വീണ്ടും ആഞ്ഞടിച്ച് ഗവർണർ. മുഖ്യമന്ത്രിക്ക് പറ്റിയ പണി നാടക കമ്പനി നടത്തലാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുറന്നടിച്ചു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു വശത്ത് SFIക്കാരോട് പ്രതിഷേധം സംഘടിപ്പിക്കാൻ പറയുകയും മറുവശത്ത് തനിക്ക് പോലീസിനോട് സുരക്ഷയൊരുക്കാൻ പറയുകയുമാണ് മുഖ്യമന്ത്രിയെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. താൻ ഒന്നിനെയും ഭയപ്പെടുന്നില്ല, പോലീസിനോട് സഹതാപം മാത്രമേയുള്ളൂവെന്നും ഗവർണർ പറഞ്ഞു. So if I was not frightened at that time, these bullies can frighten me now. I stopped the car. I told them, I said, please come. If you want to hit me, hit me. Yes. If you want to attack me, attack me. If you want to talk to me, I'm ready to talk. So I don't believe in all these things. In fact, I believe in what Mahatma Gandhi had said. Mahatma Gandhi had said that by my action, I have provoked resentment in certain sections. And if I am killed by any one of them, I shall consider a blessing. What you are seeing today, universities which had become nursery for the appointment of the cadre and their relatives, now they see no chance of that happening again.
If they are angry with me, it is understandable. But as long as I am here. കോളേജ് വിദ്യാഭ്യാസം ലഭിക്കാതിരുന്നിട്ടും അറിവിലൂടെ താൻ രചിച്ച ഗ്രന്ഥങ്ങൾ സർവകലാശാലകളിൽ സ്ഥാനപ്പെടുത്താൻ കഴിഞ്ഞതാണ് വേലായുധൻ പണിക്കശ്ശേരി എന്ന ചരിത്ര ഗവേഷകന്റെ ഔന്നത്യമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. എങ്ങണ്ടിയൂർ ദീനദയാൽ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ മാനേജരും ചരിത്ര ഗവേഷകനുമായ വേലായുധൻ പണിക്കശ്ശേരിയുടെ നവതി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗവർണർ. വേലായുധൻ പണിക്കശ്ശേരി രചിച്ച 65ാമത് ചരിത്ര ഗ്രന്ഥമായ സിന്ധു നദീതട സംസ്കാരവും പ്രാചീന ഭാരതത്തിലെ സർവകലാശാലകളും എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ഗവർണർ നിർവഹിച്ചു. നവതിക സ്വാഗത സംഘം ചെയർമാൻ ഗോപിനാഥ് വന്നേരി, ട്രസ്റ്റ് സെക്രട്ടറി I.A. മോഹനൻ, കാലടി സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ K.S. രാധാകൃഷ്ണൻ, RSS രാഷ്ട്രീയ സംസ്ഥാന കാര്യവാഹക് P.N. ഈശ്വരൻ, പ്രിൻസിപ്പാൾ T.R. വിജയം എന്നിവർ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ കീർത്തികൾ കേരള സാഹിത്യ അക്കാദമി, കേരള സർക്കാർ എന്നിവയുടെ പുരസ്കാരം നേടി. അദ്ദേഹത്തിന്റെ മനുഷ്യ സമത്വം എന്ന ആശയമാണ് ഗാന്ധിസത്തിന്റെ അടിസ്ഥാന ധാരയെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇരിഞ്ഞാലക്കുട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നീഡ്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഗാന്ധിജിയുടെ ഇരിഞ്ഞാലക്കുട സന്ദർശനത്തിന്റെ നവതി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭഗവത്ഗീതയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനമാണ് തൊട്ടുകൂടായ്മയ്ക്കെതിരെയുള്ള ഗാന്ധിജിയുടെ പോരാട്ടങ്ങൾക്ക് പ്രചോദനമായി മാറിയത്. ഇരിഞ്ഞാലക്കുട ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ മുൻ ചീഫ് വിപ്പും നീഡ്സ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ അധ്യക്ഷത വഹിച്ചു. URF റെക്കോർഡ് നേടിയ ശാന്തിനികേതൻ പബ്ലിക് സ്കൂളിനെയും നീഡ്സിന്റെ സീനിയർ അസോസിയേറ്റ് മെമ്പർമാരായ T. വേണുഗോപാൽ മേനോനെയും EP. ജനാർദ്ദനെയും ചടങ്ങിൽ ആദരിച്ചു. നീഡ്സ് ഭാരവാഹികളായ ബോബി ജോസ്, ഗുലാം മുഹമ്മദ്, KP. ദേവദാസ്, പ്രൊഫസർ R. ജയറാം, MN. തമ്പാൻ തുടങ്ങിയവർ സംസാരിച്ചു. In India, Government and Development Society അനുമോദിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി സമുദായ ജാഗ്രതാ സമ്മേളനം വിളിച്ചു ചേർത്ത് തൃശൂർ അതിരൂപത. ഈ മാസം 25-നാണ് തൃശൂർ അതിരൂപത സമുദായ ജാഗ്രതാ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇതിന്റെ മുന്നോടിയായി 18-ന് സമുദായ ജാഗ്രതാ ദിനമായി ആചരിക്കും. രാഷ്ട്രീയ പാർട്ടികളെ സഭയുടെ ആശങ്കയും ആവശ്യവും അറിയിക്കുകയാണ് ജാഗ്രതാ സമ്മേളനത്തിന്റെ ലക്ഷ്യം. സമുദായ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇറക്കിയ സർക്കുലറിൽ രാജ്യത്താകമാനം മതന്യൂനപക്ഷങ്ങളും പിന്നോക്ക ജനവിഭാഗങ്ങളും നേരിടുന്ന സാഹചര്യം പറയുന്നുണ്ടെങ്കിലും കേന്ദ്രത്തിനെതിരെ യാതൊരു വിമർശനവും ഉന്നയിച്ചിട്ടില്ല. അതേസമയം സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനം സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഇതുവരെയും പ്രസിദ്ധീകരിക്കാൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ലെന്ന് സർക്കുലറിൽ പറയുന്നു. രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളും പിന്നോക്ക ജനവിഭാഗങ്ങളും കടുത്ത അരക്ഷിതാവസ്ഥയിലൂടെ കടന്നുപോകുമ്പോൾ ദേശീയ പൊതുതെരഞ്ഞെടുപ്പിനെ നാം ജാഗ്രതാപൂർവം സമീപിക്കേണ്ടതുണ്ട്. രാജ്യത്തെമ്പാടും ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെയും അവരുടെ സ്ഥാപനങ്ങൾക്ക് നേരെയുമുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. രാജ്യത്തെ സമകാലിക രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് ഏറെ പ്രാധാന്യമുണ്ടെന്നും സർക്കുലറിൽ ചൂണ്ടിക്കാട്ടി. 25-ന് ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നടക്കുന്ന സമുദായ ജാഗ്രതാ സമ്മേളനത്തിൽ ബിഷപ്പുമാരും സമുദായ നേതാക്കളും ഇടവകകളിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും പങ്കെടുക്കും. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ തൃശൂർ കോർപ്പറേഷൻ നിർമ്മിച്ചു നൽകിയ പുതിയ പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിന്റെ താക്കോൽ പോസ്റ്റ് ഓഫീസ് അധികൃതർക്ക് കൈമാറി. പോസ്റ്റ് ഓഫീസ് അധികൃതർ കോർപ്പറേഷൻ മേയറുടെ ചേംബറിലെത്തിയാണ് താക്കോൽ ഏറ്റുവാങ്ങിയത്. 17-ാം തീയതി മുതൽ പട്ടാളം റോഡിലെ കേന്ദ്ര ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിലായി പണികഴിപ്പിച്ച പുതിയ പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിലേക്ക് പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനം മാറും. നിലവിൽ കോർപ്പറേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിച്ചുവരുന്ന പോസ്റ്റ് ഓഫീസ് കെട്ടിടം 19-ാം തീയതി കോർപ്പറേഷന് ഒഴിഞ്ഞുകൊടുക്കും. MO റോഡ് വികസനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പഴയ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിച്ചിരുന്ന തപാൽ വകുപ്പിന്റെ കീഴിലുള്ള 16.5 സെന്റ് സ്ഥലം ഏറ്റെടുത്ത് റോഡ് നവീകരിച്ചത്. ഇതിന് പകരമായി സമീപത്ത് തന്നെ 3500 ചതുരശ്ര അടി വിസ്തീർണമുള്ള പുതിയ പോസ്റ്റ് ഓഫീസ് കെട്ടിടം നിർമ്മിച്ചു നൽകാനായിരുന്നു ധാരണ. കെട്ടിടം പണി നേരത്തെ പൂർത്തിയായിരുന്നു എങ്കിലും വൈദ്യുതിയും വാട്ടർ കണക്ഷനും ലഭിക്കാതിരുന്നതും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ചില വ്യതിയാനങ്ങൾ വന്നതുമാണ് കെട്ടിടം കൈമാറാൻ കാലതാമസം നേരിട്ടത്. ഗുരുവായൂർ ആനക്കോട്ടയിൽ പരിശോധനയ്ക്ക് ഹൈക്കോടതി വിദഗ്ധ സംഘത്തെ നിയോഗിച്ചു. ആനകളുടെ ആരോഗ്യനില ഉൾപ്പെടെ സംഘം പരിശോധിക്കും.
ആനക്കോട്ടയിലെ ദുരിതാവസ്ഥ സംബന്ധിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി. ഹർജി 4 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. ഗുരുവായൂർ ആനക്കോട്ടയിൽ ആനകളെ പാപ്പാന്മാർ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഒരാഴ്ച മുൻപാണ് പുറത്തുവന്നത്. ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ അധികൃതർ അന്വേഷണം നടത്തി 2 പാപ്പാന്മാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. വിരുപ്പാക്ക സ്പിന്നിംഗ് മില്ലിലെ പ്രതിസന്ധി മറികടക്കാൻ കോട്ടൺ ബാങ്ക് സ്ഥാപിച്ചതായി വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അറിയിച്ചു. നിയമസഭയിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLAയുടെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. സ്പിന്നിംഗ് മേഖലയിൽ രാജ്യവ്യാപകമായി പ്രതിസന്ധി നിലനിൽക്കുകയാണ്. കോട്ടണ് വില കൂടുതലും നൂലിന് വില കുറവുമായതിനാൽ ഉൽപ്പാദനം നടത്തുമ്പോൾ നഷ്ടം സംഭവിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. സ്പിന്നിംഗ് മേഖലയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി അറിയിച്ചു. തൃശൂർ നഗരത്തിൽ മാസങ്ങളായി പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായിട്ടും തിരിഞ്ഞു നോക്കാതെ അധികൃതർ. 100 കണക്കിന് ലിറ്റർ കുടിവെള്ളമാണ് ദിവസവും പാഴാകുന്നത്. തൃശൂർ സ്വരാജ് റൗണ്ടിലെ വടക്കേ ഭാഗത്ത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപമുള്ള നടപ്പാതയിലാണ് പൈപ്പ് പൊട്ടി മാസങ്ങളായി കുടിവെള്ളം പാഴായി പോകുന്നത്. ഇപ്പോൾ ദിവസവും 100 കണക്കിന് ലിറ്റർ ശുദ്ധജലമാണ് ഇവിടെ പാഴായി പോകുന്നത്. വേനൽ കനക്കുന്നതോടെ ജനങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടേണ്ട സാഹചര്യത്തിലാണ് അധികൃതരുടെ അനാസ്ഥയിൽ ഇത്തരത്തിൽ കുടിവെള്ളം പാഴാകുന്നത്. നടപ്പാതയിലെ ടൈലുകളെല്ലാം ഇളകിക്കിടക്കുന്നതും കാൽനടയാത്രികർക്ക് ദുരിതമായി മാറിയിരിക്കുകയാണ്. നഗരത്തിലെത്തുന്നവർക്ക് കുടിവെള്ളത്തിനായി സ്വകാര്യ ബിൽഡേഴ്സിന്റെ സഹകരണത്തോടെ ബിനി ടൂറിസ്റ്റ് ഹോമിന് മുന്നിൽ കോർപ്പറേഷൻ സ്ഥാപിച്ച കുടിവെള്ള കിയോസ്ക് പ്രവർത്തനരഹിതമായി അടച്ചുപൂട്ടിയ നിലയിലാണ്. കുടിവെള്ളത്തിനായി ഇവിടെ സ്ഥാപിച്ചിരുന്ന 2 ടാപ്പുകളും ഊരിയെടുത്തുകൊണ്ടുപോയ നിലയിലുമാണ്. വെള്ളം കുടിക്കാനായുള്ള 2 ഗ്ലാസുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. തകർന്നു കിടക്കുന്ന കുടിവെള്ള സംവിധാനം പുനഃസ്ഥാപിക്കണമെന്നും നഗരത്തിലെത്തുന്നവർക്ക് കുടിവെള്ളത്തിനായി ഇത്തരം പൊതു സംവിധാനങ്ങൾ വ്യാപകമായി സ്ഥാപിക്കണമെന്നുമുള്ള പൊതുജനങ്ങളുടെ ആവശ്യം ശക്തമാവുകയാണ്. TCV ന്യൂസ്, തൃശൂർ. സന്ധ്യമയങ്ങിയാൽ തൃശൂർ ശക്തൻ സ്റ്റാൻഡ് ഇരുട്ടിലാകും. പതിവായി വൈദ്യുതി നിലയ്ക്കുന്നത് ബസ് ജീവനക്കാരെയും യാത്രക്കാരെയും ഒരുപോലെ ദുരിതത്തിലാക്കുന്നു. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിന് ഒരുങ്ങുകയാണ് ബസ് ഉടമകൾ. രാത്രി 7 മണിക്ക് ശേഷം തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ ഏതു നിമിഷവും വൈദ്യുതി ബന്ധം നിലയ്ക്കാം. പിന്നെ എപ്പോൾ വെളിച്ചം വരുമെന്ന് പറയാനാകാത്ത സ്ഥിതിയാണ്. ഏതാനും ദിവസങ്ങളായി തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ ഈ ദുരവസ്ഥ തുടരുകയാണ്. ദിനംപ്രതി 1500-ലേറെ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്ന സ്റ്റാൻഡാണിത്. ബസ്സുകൾക്ക് ഇരുട്ടുമൂലം ട്രാക്കിൽ പാർക്ക് ചെയ്യാനോ യാത്രക്കാർക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങാനോ പറ്റാത്ത അവസ്ഥയാണെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി VS പ്രദീപ് പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡായ തൃശൂർ ശക്തൻ തമ്പുരാൻ സ്റ്റാൻഡിൽ സ്ഥിരമായി വൈദ്യുതി ഇല്ലാത്തത് മൂലം രാത്രികാലങ്ങളിൽ സ്വകാര്യ ബസ്സുകൾക്ക് വലിയ പ്രയാസമാണ് അനുഭവപ്പെടുന്നത്. ബസ്സുകൾ പാർക്ക് ചെയ്യാനോ അതുപോലെ തന്നെ യാത്രക്കാർക്ക് കൃത്യമായി ബസ്സുകളെ മനസ്സിലാക്കാനോ വൈദ്യുതി ഇല്ലാത്തത് മൂലം കഴിയുന്നില്ല. തൃശൂർ കോർപ്പറേഷന്റെ അധികാരികളുടെ തെറ്റായ നയം മൂലമാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. സ്ഥിരമായി വൈദ്യുതി മുടങ്ങുന്ന ഒരു സാഹചര്യമാണ്. അതുമൂലം സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിൽ വരുന്ന യാത്രക്കാർക്കൊക്കെ വലിയ പ്രയാസമാണ് അനുഭവപ്പെടുന്നത്. സ്വകാര്യ ബസ്സുകാരെ സംബന്ധിച്ച് വലിയ പ്രയാസമുണ്ട്. ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ സ്ഥിരമായി ഇതിനൊരു പരിഹാരമുണ്ടായില്ലെങ്കിൽ സ്വകാര്യ ബസ്സുകൾ ബസ് സ്റ്റാൻഡിലെ ഫീസ് ഉൾപ്പെടെ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇരുട്ടത്ത് സാമൂഹ്യവിരുദ്ധരുടെ ശല്യം രൂക്ഷമാണ്. ട്രാൻസ്ഫോമറിന്റെ തകരാറാണ് വൈദ്യുതി ബന്ധം നിലയ്ക്കാൻ കാരണമെന്ന് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ പറയുമ്പോഴും നടപടി വേണമെന്നാണ് ബസ്സുടമകളും യാത്രക്കാരും ആവശ്യപ്പെടുന്നത്. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ ജില്ലയിലെ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി തുടർച്ചയായി 3-ാം വർഷവും എളവള്ളി ഗ്രാമപഞ്ചായത്ത് കരസ്ഥമാക്കി. ജില്ലയിൽ സ്വപ്നതുല്യമായ ഹാട്രിക് വിജയം നേടാൻ കഴിഞ്ഞത് എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സിന്റെ നേതൃത്വത്തിലുള്ള ചിട്ടയായ ടീം വർക്കിലൂടെയാണ്. സംസ്ഥാന തലത്തിൽ മികച്ച 2ാമത്തെ ഗ്രാമപഞ്ചായത്തായി 2020-2021 വർഷം എളവള്ളിയെ തെരഞ്ഞെടുത്തിരുന്നു. ജില്ലയിൽ ആദ്യമായി 5 സ്മാർട്ട് അങ്കണവാടികൾ, 2500 ബയോ ഡൈജസ്റ്റർ പോട്ട് വിതരണം, ഗ്യാസ് ക്രിമിറ്റോറിയം, ആധുനിക ചേംബർ നിർമ്മാണം, ഗ്രാമവണ്ടി, ഹരിതകർമ്മസേന, ഹരിതമിത്രം ഗാർബേജ് ആപ്പ്, ഓട്ടോ, ഇന്ദിരാംചിറ ശുദ്ധജല സംരക്ഷണ പദ്ധതി, സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി, തണ്ണീർക്കുടം പദ്ധതി, വനിതകൾക്ക് യോഗ പരിശീലനം, പ്ലാവുഗ്രാമം പദ്ധതി എന്നീ നൂതന പദ്ധതികളാണ് പരിഗണിക്കപ്പെട്ടത്. മാതൃകാ തെരുവിളക്ക് പരിപാലന പദ്ധതി, സംസ്ഥാനത്തെ മികച്ച അമൃത സരോവർ, ഇന്ദിരാംചിറ,
ടൂറിസം ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന മണിച്ചാൽ ചിൽഡ്രൻസ് പാർക്ക് ആൻഡ് കയാക്കിംഗ്, ഡയപ്പർ ഡിസ്ട്രോയർ, കോഴിമാലിന്യ സംസ്കരണ ബയോഗ്യാസ് പ്ലാന്റ്, ബൾക്ക് വാട്ടർ പദ്ധതി, നീതി ടീ സ്റ്റാൾ, ബഡ് സ്കൂൾ, ദിശാസൂചകങ്ങൾ സ്ഥാപിക്കൽ, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, ഗ്രാമപഞ്ചായത്ത് പരിപൂർണമായും CCTV നിയന്ത്രണം എന്നിവയാണ് പുതിയ പദ്ധതികൾ. പഞ്ചായത്ത് ഭരണസമിതിയും ജീവനക്കാരും ഒറ്റക്കെട്ടായി നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ വിജയം കൈവരിക്കാനായതെന്ന് പ്രസിഡന്റ് ജിയോ ഫോക്സ് പറഞ്ഞു. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നൂതനവും വൈവിധ്യവുമായ നിരവധി ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നല്ല രീതിയിൽ പദ്ധതികൾ 100% പൂർത്തീകരിക്കുകയും ടാക്സുകൾ 100% പിരിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു നല്ല പ്രവർത്തനത്തിന് കിട്ടിയ ഒരു അംഗീകാരമായിട്ടാണ് ഈ അവാർഡിനെ കരുതുന്നത്. 20 ലക്ഷം രൂപയും സ്വരാജ് ട്രോഫിയും പ്രശംസാപത്രവും ഈ മാസം 19-ന് കൊട്ടാരക്കരയിൽ വെച്ച് നടക്കുന്ന പഞ്ചായത്ത് ദിനാഘോഷത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിക്കും. TC വിനോസ്, പാവറട്ടി. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന് മുന്നോടിയായുള്ള ചെറുഭരണിക്ക് കൊടിയേറി. പരമ്പരാഗത അവകാശിയായ കാവിൽ വീട്ടിൽ ആനന്ദനും അനന്തരാവകാശിയും ദേവിക്ക് പട്ടും താലിയും സമർപ്പിക്കുന്നതാണ് ചെറുഭരണി നാളിലെ പ്രധാന ചടങ്ങ്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വലിയ തമ്പുരാൻ സമ്മാനിച്ച പവിഴമാലയണിഞ്ഞെത്തിയ ആനന്ദൻ 3 വട്ടം ക്ഷേത്രത്തെ പ്രദക്ഷിണം വെച്ചു. പ്രദക്ഷിണം പൂർത്തിയാക്കിയ വടക്കേ നടയിലെ കോഴിക്കല്ലിന് മേൽ ചെമ്പട്ടും താലിയും സമർപ്പിച്ച് ദേവിയെ വണങ്ങിയതോടെ ക്ഷേത്രാങ്കണത്തിൽ എടമുക്ക മൂപ്പന്മാർ വേണാടൻ കൊടികൾ ഉയർത്തി. മീനമാസത്തിലെ തിരുവോണനാളിൽ ഭരണി ആഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കോഴിക്കല്ല് മൂടൽ ചടങ്ങ് നടക്കും. അശ്വതി നാളിലെ കാവ് തീണ്ടലാണ് ഭരണി ആഘോഷത്തിലെ പ്രധാന ചടങ്ങ്. വേലൂർ മണിമലർക്കാവ് കുതിരവേല വർണ്ണാഭമായി. ഭരണിവേലയിൽ വിവിധ ദേശ ഉത്സവ കുതിരകളും 14 കുതിരകൾ കാവേറി. അശ്വതി, ഭരണി, കാർത്തിക നാളുകളിലാണ് കുതിരവേല ആഘോഷിക്കുന്നത്. അശ്വതി നാളിൽ വേലൂർ ദേശ തിരുക്കുതിര, അയ്യപ്പൻകാവ്, കുട്ടിക്കുതിര എന്നിവ ക്ഷേത്രത്തിലെത്തി. ഭരണിവേലയിൽ ദേശക്കുതിരകളായ തയ്യൂർ, തണ്ടിലം, RMS നഗർ, എരുമപ്പെട്ടി, പാത്രമംഗലം, പഴവൂർ, വെള്ളാറ്റഞ്ഞൂർ, വിവിധ ഉത്സവ കമ്മിറ്റികളായ വേലൂർ ഹഷ്മി, ഐമു നഗർ, പഞ്ചമി നഗർ, കാഞ്ഞിരാൽ, മൈത്രി നഗർ, കുറുമാൽ, ശാന്തി നഗർ തുടങ്ങിയവരുടെ കുതിരകളും കുട്ടിക്കുതിരകളും ക്ഷേത്രത്തിലെത്തി. പഞ്ചവാദ്യം, ശിങ്കാരിമേളം, ചെണ്ടുകാവടി, നാടൻ കലാരൂപങ്ങൾ എന്നിവയും ക്ഷേത്രത്തിലെത്തി. സന്ധ്യയ്ക്ക് വേലയുടെ പ്രധാന ആകർഷണമായ പ്രസിദ്ധമായ അരിഞ്ഞാലത്തിന് തിരികൊളുത്തി. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി കീഴ്മുണ്ടയൂർ പരമേശ്വരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. മേൽശാന്തി വൈകുണ്ഠം നാരായണൻ നമ്പൂതിരി സഹകാർമ്മികനായി. ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, പ്രസിഡന്റ് ശ്രീരാമൻ തെക്കൂട്ട്, സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ, ജനറൽ കൺവീനർ മനോജ് പെരുവഴിക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. അന്തേവാസിയായ 13-കാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കേസിൽ ആശ്രമാധിപനെ 7 വർഷം കഠിന തടവും 13 വർഷം തടവും 90,000 രൂപ പിഴയും ഇരിഞ്ഞാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചു. കൊറ്റനെല്ലൂർ ബ്രഹ്മാനന്ദാലയം ആശ്രമത്തിലെ സ്വാമി നാരായണ ധർമ്മദൻ എന്ന താമരാക്ഷനെയാണ് ഇരിഞ്ഞാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് CR രവിചന്ദർ ശിക്ഷിച്ചത്. 2018 മെയ് മാസം മുതൽ ജൂൺ 7 വരെയുള്ള കാലയളവിനുള്ളിൽ അന്തേവാസിയായ ബാലനെ ആശ്രമത്തിൽ വെച്ച് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജു വാഴക്കാല കോടതിയിൽ ഹാജരായി. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന 14ാമത് അന്താരാഷ്ട്ര നാടകോത്സവം വെള്ളിയാഴ്ച സമാപിക്കും. നാടകോത്സവത്തിന്റെ 7ാം ദിവസം തോപ്പിൽ ഭാസി ബ്ലാക്ക് ബോക്സിൽ ഇറ്റാലിയൻ നാടകമായ സ്റ്റൂപ്പോർസ അരങ്ങേറി. എയ്നാത്ത് വെയ്മാന്റെ ഏറ്റവും ശ്രദ്ധേയമായ പലസ്തീൻ നാടകമായ ഹൗ ടു മേക്ക് എ റവല്യൂഷൻ, തൃശൂർ കോഗ്നിസെൻസ് പപ്പറ്റ് തിയേറ്ററിന്റെ പാപ്പിസോറ, ചിലിയിൽ നിന്നുള്ള സ്പാനിഷ് നാടകമായ ഫ്യൂയിഗോ റോഹോ എന്നീ നാടകങ്ങളും വിവിധ വേദികളിൽ അരങ്ങേറി. നാടകോത്സവത്തിന്റെ സമാപന ദിവസമായ വെള്ളിയാഴ്ച ഫിൻലാൻഡിൽ നിന്നുള്ള ജോണി ഗോട്ട് ഹിസ് ഗൺ, പലസ്തീൻ നാടകമായ ഹൗ ടു മേക്ക് എ റവല്യൂഷൻ, ഫ്യൂയിഗോ റോഹോ, പാപ്പിസോറ എന്നീ നാടകങ്ങളും അരങ്ങേറും. ഗുരുവായൂർ ചൊവ്വല്ലൂർപ്പടി KBM ശിവക്ഷേത്രം റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് 5 വർഷങ്ങൾ കഴിഞ്ഞു. പൊടി തിന്ന് അസുഖബാധിതരായി ദുരിതം പേറുകയാണ് പ്രദേശവാസികൾ. സഞ്ചാരയോഗ്യമല്ലാതായ ഈ റോഡ് ടാർ ചെയ്യാനായി 2019-20 സാമ്പത്തിക വർഷം 48,50,000 രൂപ MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ചിരുന്നു. 2021 ഫെബ്രുവരി 11 ടാറിംഗ് കരാറും ഉറപ്പിച്ചിരുന്നു. എന്നാൽ ഇതുവരെയായിട്ടും റോഡ് ടാർ ചെയ്തിട്ടില്ല.
ഇത് സംബന്ധിച്ച് നഗരസഭയിലുള്ളവർക്കും കൃത്യമായ മറുപടിയില്ല. ഇതേ തുടർന്ന് നിരവധി തവണ നാട്ടുകാർ കളക്ടർ അടക്കമുള്ള വിവിധ വകുപ്പുകളിൽ പരാതി നൽകിയെങ്കിലും പരിഹാരമായിട്ടില്ല. നാട്ടുകാർ ഒന്നടങ്കം ഒപ്പിട്ട പരാതി നൽകിയതിനെ തുടർന്ന് നഗരസഭയുടെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ കൂടി കാന നിർമ്മാണത്തിനും അനുവദിച്ചു. എന്നാൽ പേരിന് കാന പണിതു എന്നല്ലാതെ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. ഓരോ തവണ പരാതി നൽകുമ്പോഴും കുറച്ച് മെറ്റലോ ക്വാറിപ്പൊടിയോ നിരത്തും. പിന്നീട് ഈ വഴി ആരും തിരിഞ്ഞു നോക്കാറില്ല. ഗുരുവായൂർ നഗരസഭയുടെ 6, 7, 24, 25 വാർഡുകളിലൂടെ കടന്നുപോകുന്ന 2 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡിന് ഇരുഭാഗത്തും 100 കണക്കിന് വീടുകളുണ്ട്. 5 മാസം മുൻപാണ് ഈ റോഡിൽ അവസാനമായി ക്വാറിപ്പൊടി നിരത്തിയത്. അന്നു മുതൽ പൊടി ശ്വസിക്കേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. പൊടിശല്യം മൂലം വീടിനകത്ത് പോലും കഴിയാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഈ ചോലൂർപ്പൊടി മുതൽ ഏകദേശം ചുവനട വരെയുള്ള വീടുകളിൽ, റോഡ് സൈഡിലുള്ള വീടുകളിൽ തന്നെ ഈ പൊടി റോഡുള്ള ശല്യം കൊണ്ടുള്ള ഒരു അസുഖമില്ലാത്ത ഒരാൾ പോലും എല്ലാ വീട്ടിലും ഒരാളെങ്കിലും ഉണ്ടാവും ചുരുങ്ങിയത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ടാണ് പുതിയ റോഡിന് 5 വർഷമായിട്ട് 6 മാസം കൂടുമ്പോ ഇരുമ്പിനോട് കരിങ്കല്ല് അടിച്ചിട്ട് ഈ റോഡ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ പൊടി ശല്യമാണ്. കണ്ടാൽ നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പൊ ഫുള്ളായിട്ട് പൊടി കൊണ്ട് അടിച്ചിട്ട് ഒരു നിവൃത്തിയില്ല. ഇപ്പൊ നാട്ടൂർ ഇങ്ങനെ പറയല്ലാണ്ട് വേറെ എന്താ ചെയ്യുക? അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത്. ഈ റോഡിന്റെ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒരുപാട് നാളായി, 5 വർഷത്തിലേറായി ഞങ്ങളിപ്പോ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ ഇത് ടാർ ചെയ്യുക, അല്ലെങ്കിൽ അതിനെന്താ വെച്ചാൽ അതിന്റെ എന്താ വേണ്ടി വെച്ചാൽ അതിന്റെ ഒരു പരിഹാരം കാണാന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. എത്രയും പെട്ടെന്ന് ഈ ടാർ ചെയ്ത് ഈ മനുഷ്യര് ഈ ഭക്ഷണത്തിന് പകരം ഈ പൊടി തിന്നണതെന്ന് അതിനൊരു പരിഹാരം കാണുക. ഇതാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. പൊടിശല്യം സഹിക്കാനാകാതെ ഈ മേഖലയിലെ വീടുകളിലുള്ള പ്രായമായവരെ ബന്ധുവീടുകളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി റീടെൻഡർ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നവകേരള സദസ്സിൽ പരാതി നൽകിയെങ്കിലും റോഡ് ടാർ ചെയ്യാൻ കരാറുകാരന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മാത്രമാണ് കഴിഞ്ഞ ജനുവരി 3 ലഭിച്ച മറുപടിയിൽ പറയുന്നത്. ഇതും ഫലവത്തായിട്ടില്ല. TCV ന്യൂസ്, ഗുരുവായൂർ. നവകേരള സദസ്സിന്റെ തുടർച്ചയായി തൃശൂരിൽ സംഘടിപ്പിക്കുന്ന സാംസ്കാരിക പ്രവർത്തകരുമായുള്ള മുഖാമുഖം പരിപാടി ഈ മാസം 25-ന് പുഴയ്ക്കൽ കൺവെൻഷൻ സെന്ററിൽ നടക്കും. മുഖാമുഖത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാംസ്കാരിക മേഖലയിലുള്ളവരുമായി സംവദിക്കും. മന്ത്രിമാരായ കെ രാജൻ, കെ രാധാകൃഷ്ണൻ, ആർ ബിന്ദു എന്നിവർ രക്ഷാധികാരികളായി കമ്മിറ്റി രൂപീകരിച്ചു. മുഖാമുഖത്തിൽ 2000-ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. ചാവക്കാട് സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ കോൺക്രീറ്റ് സ്ലാബ് കൊണ്ട് തലയ്ക്കടിയേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. പാലിയൂർ കണ്ണിക്കുത്തി പാലത്തിനു സമീപം തൈക്കണ്ടിപ്പറമ്പിൽ 68 വയസ്സുള്ള നാസറാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം ചാവക്കാട് അമരാവതി ബാറിനു സമീപം വെച്ചാണ് സംഭവം. പരിക്കേറ്റയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. തൃശൂർ കോർപ്പറേഷൻ മാലിന്യ ശേഖരണത്തിനായി വാങ്ങിയ വാഹനങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി. 6 വാഹനങ്ങളാണ് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറിയത്. വാഹനങ്ങൾ കൈമാറിയതിന്റെ ഫ്ളാഗ് ഓഫ് കോർപ്പറേഷൻ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മേയർ MK വർഗീസ് നിർവഹിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി, കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കുന്നംകുളം അഞ്ഞൂരിൽ വാഹന പരിശോധനയ്ക്കിടെ കാറിൽ കടത്തിയ 1/2 കിലോ കഞ്ചാവ് എക്സൈസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് ആർത്താറ്റ് സ്വദേശി സതീഷിനെ കുന്നംകുളം എക്സൈസ് ഇൻസ്പെക്ടർ ജയപ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. കഞ്ചാവ് വാങ്ങിക്കാനെത്തിയ മറ്റൊരു പ്രതി ഷൈജു എക്സൈസ് സംഘത്തെ കണ്ട് ഓടി രക്ഷപ്പെട്ടു. കഞ്ചാവ് കടത്തിയ കാറും ഓടിപ്പോയ പ്രതി ഉപേക്ഷിച്ച ബൈക്കും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. എക്സൈസ് ഗ്രേഡ് ഇൻസ്പെക്ടർ ശിവശങ്കരൻ, പ്രിവന്റീവ് ഓഫീസർമാരായ ജോസഫ്, സിദ്ധാർത്ഥൻ, സിവിൽ എക്സൈസ് ഓഫീസർ ലത്തീഫ് എന്നിവർ കഞ്ചാവ് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. സിവിൽ പോലീസ് ഓഫീസർ അരുൺ കുന്നമ്പത്ത് രചിച്ച അരുണഗാഥ എന്ന കഥാസമാഹാരം സാഹിത്യ അക്കാദമിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കഥാകാരൻ അഷ്ടമൂർത്തി പ്രകാശനം ചെയ്തു. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സുരേന്ദ്രൻ മങ്ങാട്ട് പുസ്തകം ഏറ്റുവാങ്ങി. ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ പ്രകാശന ചടങ്ങിന്റെ ഉദ്ഘാടനവും പുസ്തക പരിചയവും നിർവഹിച്ചു. കേരള പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ PM മുഹമ്മദ് ആരിഫ് അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരന്മാരായ പ്രൊഫസർ PN പ്രകാശ്, അഗസ്റ്റിൻ കുട്ടനെല്ലൂർ, വിജേഷ് എടക്കുന്നി തുടങ്ങിയവർ സംസാരിച്ചു.
കുറുക്കഞ്ചേരി മുസ്ലിം ജമാഅത്ത് പള്ളി വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി തറക്കല്ലിടൽ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി തങ്ങൾ നിർവഹിച്ചു. കുറുക്കഞ്ചേരി മസ്ജിദ് ഡെവലപ്മെന്റ് കമ്മിറ്റി ചെയർമാൻ CA സലീം അധ്യക്ഷത വഹിച്ചു. കുറുക്കഞ്ചേരി മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് PA അബ്ദുൽ സലാം, തൃശൂർ MIC മസ്ജിദ് ഇമാം മുഹമ്മദ് ഫൈസി ഓണംപള്ളി, കുറുക്കഞ്ചേരി ഇമാം സൈഫുദ്ദീൻ അൽ ഹാസ്മി എന്നിവർ സംസാരിച്ചു. വളരെ ചെറിയ നിലയിൽ കരുവന്നൂർ രാജാവിനെ ഒരു നിലയിലേക്ക് ആക്കി കൊടുത്തിരുന്നത്. തൃശ്ശൂർ ദേശീയപാത ചാലക്കുടി പോട്ട മേൽപ്പാലത്തിൽ നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞു. കാറിലുണ്ടായിരുന്ന 2 യുവാക്കൾക്ക് നിസാരമായി പരിക്കേറ്റു. കോഴിക്കോട് സ്വദേശി ഫഹീം, മലപ്പുറം സ്വദേശി മാജിദ് അബൂബക്കർ എന്നിവരെ പോട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു. കൊല്ലത്തേക്ക് പോയിരുന്ന കാർ ബ്രേക്ക് ജാമായതിനെ തുടർന്നാണ് മറിഞ്ഞത്. ഹൈവേ പോലീസ് സ്ഥലത്തെത്തി മറിഞ്ഞ കാർ പൊക്കിമാറ്റി. തൃശൂർ കിഴക്കേക്കോട്ടയ്ക്ക് സമീപം രാജീവ് ഗാന്ധിയുടെ പ്രതിമയിൽ ഫ്ലക്സ് ബോർഡ് കെട്ടിത്തൂക്കി. കോൺഗ്രസിന്റെ സമരാഗ്നി പരിപാടിയുടെ ഫ്ലക്സ് ബോർഡാണ് കെട്ടിത്തൂക്കിയത്. ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ ഫ്ലക്സ് ബോർഡ് പിന്നീട് അഴിച്ചുമാറ്റി. പ്രധാന വാർത്തകൾ വീണ്ടും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരെ ജില്ലയിൽ തുടർച്ചയായ 3-ാം ദിനവും കരിങ്കൊടി പ്രതിഷേധം. ഏങ്ങണ്ടിയൂരിലും ഇരിഞ്ഞാലക്കുടയിലും ഗവർണറെ കരിങ്കൊടി കാട്ടിയ SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. SFI പ്രവർത്തകരെ വെല്ലുവിളിച്ച് ഗവർണർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സമുദായ ജാഗ്രതാ സമ്മേളനം വിളിച്ച് തൃശൂർ അതിരൂപത. പൊതുതെരഞ്ഞെടുപ്പിനെ ജാഗ്രതാപൂർവ്വം സമീപിക്കണമെന്ന് സർക്കുലർ. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കോർപ്പറേഷൻ നിർമ്മിച്ചു നൽകിയ പുതിയ പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിന്റെ താക്കോൽ കൈമാറി. പോസ്റ്റ് ഓഫീസ് അധികൃതർ തൃശൂർ കോർപ്പറേഷൻ മേയറുടെ ചേംബറിലെത്തി താക്കോൽ ഏറ്റുവാങ്ങി. ഗുരുവായൂർ ആനക്കോട്ടയിലെ ആനകളെ പാപ്പാന്മാർ മർദ്ദിച്ച സംഭവം. പരിശോധനയ്ക്ക് ഹൈക്കോടതി വിദഗ്ധ സംഘത്തെ നിയോഗിച്ചു. 4 ആഴ്ചയ്ക്ക് ശേഷം ഹൈക്കോടതി വീണ്ടും ഹർജി പരിഗണിക്കും. വിരുപ്പാക്ക സ്പിന്നിംഗ് മില്ലിലെ പ്രതിസന്ധി മറികടക്കാൻ കോട്ടൺ ബാങ്ക് സ്ഥാപിച്ചതായി വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ്. സ്പിന്നിംഗ് മേഖലയെ സംരക്ഷിക്കാൻ തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി. തൃശൂർ നഗരത്തിൽ മാസങ്ങളായി പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായിട്ടും തിരിഞ്ഞു നോക്കാതെ അധികൃതർ. ദിവസവും പാഴാകുന്നത് 100 കണക്കിന് ലിറ്റർ കുടിവെള്ളം. സന്ധ്യ മയങ്ങിയാൽ തൃശൂർ ശക്തൻ സ്റ്റാൻഡ് ഇരുട്ടിലാകും. രാത്രികാലങ്ങളിൽ വൈദ്യുതി നിലയ്ക്കുന്നത് ബസ് ജീവനക്കാരെയും യാത്രക്കാരെയും ദുരിതത്തിലാക്കും. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.